MES മാറമ്പള്ളിയിലെ സ്റ്റുഡൻസ് ആണ് നേവിയിൽ എത്തിയിരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മോനെ എക്സ്പീരിയൻസ്? നല്ലതായിരുന്നു. എല്ലാം കാണാനൊക്കെ പറ്റി, എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത്, ഷിപ്പിലൊക്കെ കയറി അവിടുത്തെ ഇതൊക്കെ കണ്ട്. ഷിപ്പിൽ CPR ഒക്കെ എങ്ങനെയാ പിന്നെ അങ്ങനെയൊക്കെ പഠിപ്പിച്ചെന്ന് അതൊക്കെ കണ്ട്. പിന്നെ ഇപ്പം പ്ലെയിനൊക്കെ കണ്ട് അത് തൊട്ട് നോക്കി ഒക്കെ മനസ്സിലാക്കാൻ പറ്റി. പ്ലെയിനൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് അടുത്തൊക്കെ പോയി കണ്ട്, ആദ്യമായിട്ട് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ചെയ്തു തന്നു അവിടുത്തെ ആൾക്കാരും എല്ലാവരും. നല്ലതായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാം കണ്ട്, ഷീപ്പ് അങ്ങനെ എല്ലാം കണ്ട്, എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത്. എനിക്കും ചേരണമെന്ന് തോന്നി. ഗൺസൊക്കെ കണ്ടിട്ട് ടച്ച് ചെയ്ത് നോക്കിക്കോളാൻ പറഞ്ഞു. ടച്ചൊക്കെ ചെയ്ത് എടുത്ത് നോക്കി. നല്ലൊരു എക്സ്പീരിയൻസ്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഇത്രയും വെയിറ്റുള്ള സാധനമൊക്കെ വെച്ചിട്ടാണ് നമ്മളെ ഇവരൊക്കെ കാത്തുരക്ഷിക്കുന്നത്. അതെ, ഭയങ്കര അഭിമാനം തോന്നി ഇന്ത്യയിൽ ജീവിക്കണം. ജീവിതത്തിൽ ആദ്യം ഒരു ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ്. അതെ, സന്തോഷമുള്ള ദിവസമാണ്. ആദ്യമായിട്ടാണ് കയറണേ. ഭയങ്കര ഹാപ്പിയാ. സ്വപ്നം കാണുവാണോ? അതെ, സ്വപ്നം കാണാണ് എന്നാണ് തോന്നണേ. ഈ ടീച്ചർമാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ആദ്യമായിട്ടാണോ നേവിയിലേക്ക് വരുന്നത്? നേവിയിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. വന്ന് കണ്ടു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടികൾക്കും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ളതുണ്ടായിരുന്നു. CPR മുതൽ എങ്ങനെയാണ് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഇൻസ്ട്രക്ടേഴ്സ് കാണിച്ചു തന്നു. വളരെ ഉപകാരപ്രദമായ ക്ലാസ്സുകളായിരുന്നു. എലിസർ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. പ്രൗഡ് മൊമെൻ്റാണ്. കുട്ടികളൊക്കെ എന്താ പറഞ്ഞത്? കുട്ടികളൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നത്. ഷിപ്പിൽ ആദ്യമായിട്ടാണോ കയറുന്നത്? ആദ്യമായിട്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് വേണ്ടിയിട്ട് എല്ലാ സുരക്ഷയും തരുന്നത് ഇവരൊക്കെയാണ്. യെസ്, ഓഫ് കോഴ്സ്. ആ ഫ്ലഡ് ഉണ്ടായല്ലോ കേരളത്തിൽ, അപ്പം മുതൽ ഭയങ്കര റെസ്പെക്റ്റാണ് ഇവരോട്. റെസ്ക്യൂ ചെയ്തതും ഒക്കെ. അപ്പം അത് റിയലി നേരിട്ട് കാണാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. നേരിട്ട് അടുത്ത് കാണാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ ഇപ്പോൾ കരുതുന്നത്.